സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ C++ എന്ന ലാംഗ്വേജിന്റെ ക്യാരക്ടർ സെറ്റും ടോക്കൺസും ആണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്സും ഡാറ്റ ടൈപ്സ് മോഡിഫയേഴ്സും ആണ്. ഡാറ്റ ടൈപ്സ് എന്താന്ന് വെച്ചാൽ, ഡാറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദ ഡാറ്റ ആൻഡ് ദ ഓപ്പറേഷൻസ് വിച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റ. അതാണ് ഡാറ്റ ടൈപ്സിന്റെ ഡെഫിനിഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ എന്ന് പറയുന്നത് 25 ഡാറ്റ ആണ്, 18.6 ഡാറ്റ ആണ്, അനില് ഡാറ്റ ആണ്. പക്ഷേ 25 എന്ന് പറയുന്നത് ഇന്റിജർ ആണെന്ന് നമുക്കറിയാം, 18.6 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം, അനിൽ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ കമ്പ്യൂട്ടേഴ്സിന് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, a ഈക്വൽ ടു 25 എന്ന് എഴുതിയാൽ, a ഈക്വൽ ടു 25 എന്ന് എഴുതിയാൽ 25 ഇന്റിജർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എയിൽ ഇന്റിജർ ആണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കമ്പൈലറിന് മനസ്സിലാകണമെങ്കിൽ എ ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണെന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. In C++, data types are generally classified into 3. They are user-defined data types, fundamental data types, and derived data type. User-defined data types allows the programmer to define their own data type. User-defined data types എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമേഴ്സിന്, യൂസേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആർ ദ ബേസിക് ഇൻ നേച്ചർ. ദേ കനോട്ട് ബി ഫർദർ ബ്രോക്കൺ ഡൗൺ എന്ന് വെച്ചാൽ, നമുക്കറിയാം ഫണ്ടമെന്റൽ കളേഴ്സ് അറിയാം. ബേസിക് കളേഴ്സ് ഏതൊക്കെയാ? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആ ബേസിക് കളേഴ്സ്. അവര് ബേസിക് കളേഴ്സ് ആണെന്ന് പറയാൻ കാരണം, ഈ കളേഴ്സിന്റെ യൂസ് ചെയ്ത് ഏത് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ദേ ആർ ബേസിക് കളേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അത് പറഞ്ഞ പോലെ തന്നെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ദേ കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ യൂണിറ്റ്. ഒരു സ്മോളർ യൂണിറ്റ് ആയിട്ട് നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആർ ദോസ് ഡാറ്റ ടൈപ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് പഠിക്കും, അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി അത് വെച്ച് അതിന്റെ ഒരു മോഡിഫിക്കേഷൻ, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിന്റെ മോഡിഫിക്കേഷൻ വരുത്തി പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി, ദാറ്റ് ഡാറ്റ ടൈപ്പ് ഈസ് കോൾഡ് ദ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ അറേസ് പഠിക്കും, ഫംഗ്ഷൻസ് പഠിക്കും. അങ്ങനെ അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അറേസ് ആൻഡ് ഫംഗ്ഷൻസ്. അത് അറേസും ഫംഗ്ഷൻസും ആർ എക്സാമ്പിൾസ് ഫോർ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, അത് ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതാന്ന് മാത്രമാണ്. There are 5 fundamental data types in C++. They are int, char, void, float, and double. int data types യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഒരു ക്വാണ്ടിറ്റി, ഒരു വേരിയബിളിന് ഇന്റിജർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ int എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, int a ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ, a എന്ന് പറയുന്നത് ഇന്റിജർ വേരിയബിൾ ആണെന്നും അതിൽ 25 ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും. അതിൽ തെറ്റില്ല, ബിക്കോസ് a എന്താക്കി ഞാൻ വെച്ചു? int a. അപ്പൊ a is an integer variable.
ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്ന ഇന്റീജർ വേരിയബിൾ ആണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ, അതായത് പ്രൈമറി മെമ്മറിയിൽ എ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കുറച്ച് സ്ഥലം റിസർവ് ചെയ്തിടും. അവിടെയാണ് ഈ 25 പോയിരിക്കുന്നത്. സോ നമുക്ക് സൈസ് എത്ര വലിയ സൈസ് വരെയുള്ള നമ്പേഴ്സ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. അതാണ് സൈസ് ഓഫ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പിന്റെ സൈസ്. INT എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് 2 bytes ആണ്. 2 bytes ഓഫ് മെമ്മറി റിസർവ് ചെയ്യും പ്രൈമറി മെമ്മറിയിൽ. നമ്മൾ INT A എന്ന് എഴുതിയാൽ 2 bytes ഓഫ് മെമ്മറി പ്രൈമറി മെമ്മറിയിൽ റിസർവ് ചെയ്യും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ, എ എന്ന് പറയുന്ന വേരിയബിൾ INT ആണെങ്കിൽ അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ്, സ്റ്റോർ ചെയ്യാവുന്ന റേഞ്ച് ഓഫ് വാല്യൂസ് വേരീസ് ഫ്രം -32,768 to +32,767 വരെയാണ്. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാവുന്ന ഏറ്റവും ഹയസ്റ്റ് വേരിയബിൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 32,767. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന -32,768. സോ സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്പ്, INT ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് 2 byte ആണ്. 2 byteൽ കൊള്ളാവുന്ന സംഖ്യകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ -32,767 to +32,767. നെക്സ്റ്റ് CHAR ഡാറ്റ ടൈപ്പ്. CHAR ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, നമ്മൾ ക്യാരക്ടർ ലിറ്ററൽസ് പറഞ്ഞു, സിംഗിൾ കൊട്ടേഷൻ മാർക്കിൽ ഒരേ ഒരു ക്യാരക്ടർ. ഇവിടെ CHAR ഡാറ്റ ടൈപ്പില് കീബോർഡിലുള്ള ഏത് ക്യാരക്ടറും ആവട്ടെ, ആ ക്യാരക്ടർ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ CHAR C എന്ന് എഴുതിയാൽ സിയിൽ ഏതെങ്കിലും കീബോർഡിലുള്ള ഏത് ക്യാരക്ടർ ആണെങ്കിലും സിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ക്യാരക്ടർ ലിറ്ററൽസ് പറഞ്ഞപ്പോ പറഞ്ഞു, ക്യാരക്ടർ ലിറ്ററൽസിന്റെ വാല്യൂ ആർ ഈക്വലന്റ് ടു ദ ASCII കോഡ്. അതുകൊണ്ട് നമുക്ക് CHAR C എന്ന് എഴുതിയിട്ട് ഞാൻ C ഈക്വൽ ടു A കൊടുത്താൽ എയുടെ ASCII വാല്യൂ 65 അതാണ് സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ A എന്ന് പറഞ്ഞ ആ വാല്യൂ എല്ലാം നമ്മുടെ ഇതിലോട്ട് വന്നിരിക്കുന്നത്, മെമ്മറിയിലോട്ട്. അതുകൊണ്ടാണ് ക്യാരക്ടർ വേരിയബിൾസിന്റെ വാല്യൂസ് ആർ ഈക്വലന്റ് ടു ദ ASCII കോഡ് ആയതുകൊണ്ടാണ് അത് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പിന്റെ കീഴിൽ വന്നത്. മനസ്സിലായോ? സോ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് 1 byte ആണ്. സോ ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പ് രണ്ടെണ്ണം, ഒന്ന് INT ആൻഡ് അതർ വൺ ഈസ് CHAR. INT എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്ന ഇന്റിജേഴ്സ് സ്റ്റോർ ചെയ്യാനാണ്. CHAR യൂസ് ചെയ്യുന്നത് കീബോർഡിലുള്ള ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനാണ്. INT ഡാറ്റ ടൈപ്സിന് കൺസ്യൂം ചെയ്യുന്ന മെമ്മറി, എത്ര മെമ്മറി, സൈസ് ഓഫ് ദ മെമ്മറി എന്ന് പറയുന്ന 2 byte ആണ്. CHARന് 1 byte ഓഫ് മെമ്മറിയാണ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. രണ്ടെണ്ണമുണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സിൽ. ഏതൊക്കെയാണ്? ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്ന ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫ്ലോട്ട് A എന്ന് കൊടുത്താൽ A ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എയില് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് വന്നിരിക്കാം. ക്ലിയർ? സോ A എന്ന് പറയുന്ന വേരിയബിള് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് കൺസ്യൂംസ് 4 bytes ഓഫ് മെമ്മറി. എത്ര മെമ്മറി വേണം? 4 bytes ഓഫ് മെമ്മറി. അതിനായിട്ട് എക്ക് ഇരിക്കാൻ വേണ്ടി 4 bytes ഓഫ് മെമ്മറി റിസർവ് ചെയ്തിടും. നെക്സ്റ്റ്, ഡബിൾ ഡാറ്റ ടൈപ്സ്. ഡബിൾ ഡാറ്റ ടൈപ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സിനെ പോലെ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, പ്രിസിഷൻ കൂടിയ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 4 byte ആണ്. ഇവിടെ ഡബിളിന് 8 bytes ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിസിഷൻ കൂടിയ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം, which consumes 8 bytes of data. ഡബിൾ ഡാറ്റ ടൈപ്സിന് എത്ര വേണം? 8 bytes ഓഫ് ഡാറ്റ ആണ്
അത് ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. സോ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്സിൽ 2 ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫ്ലോട്ടും ഒരെണ്ണം ഡബിളും. അപ്പൊ 4 ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചു. INT, CHR, float and dump. And last one is void. Void data types യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ which represent empty set of values. ഒന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഒന്നും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ void എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ it consumes 0 bytes of memory. എന്തിനാണ് അപ്പൊ ഈ void എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ള അറേസും ഫംഗ്ഷൻസും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ യൂസ് ഓഫ് void. അപ്പോൾ there are 5 fundamental data types in C++. They are INT, float, void, CHR and double. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. എന്തിനാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്? Data type modifiers are used to alter the size or range of the fundamental data types. നമ്മുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആയ INTയോ CHRോ ഫ്ലോട്ടോ ഡബ്ല്യുന്റെയോ ഒക്കെ ഒന്നുകിൽ സൈസ്, ഞാൻ പറഞ്ഞ സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു INTക്ക് 2 ബൈറ്റ് ആണ്, CHRന് 1 ബൈറ്റ് ആണ്, വോയിഡിന് 0 ബൈറ്റ് ആണ്, ഫ്ലോട്ടിന് 4 ബൈറ്റ് ആണ്, ഡബിളിന് 8 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് റിസർവ് ചെയ്യുന്നത്. അതിന്റെ ഒന്നുകിൽ സൈസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. 4 ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്. ലോങ്, ഷോർട്ട്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. 4 ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാ? ലോങ്, ഷോർട്ട്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. ഫോർ എക്സാമ്പിൾ, ഞാൻ INT A എന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ A = 40,000 എന്ന് കൊടുത്താൽ അത് സ്റ്റോർ ആവില്ല. എന്താ റീസൺ? ഞാൻ പറഞ്ഞു INT ഡാറ്റ ടൈപ്പ് പറഞ്ഞപ്പോ പറഞ്ഞു അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് ആ A എന്ന് പറയുന്ന വേരിയബിളിന് സ്റ്റോർ ചെയ്യാവുന്ന വാല്യൂസ് എന്ന് പറയുന്ന -32,768 ടു +32,767. അപ്പൊ എനിക്കൊരു 40,000 സ്റ്റോർ ചെയ്യണമെങ്കിൽ INT A എന്ന് കൊടുത്താൽ പറ്റുമോ? ഇല്ല അല്ലെ? എത്ര വരെ പറ്റത്തുള്ളൂ? 32,760 വരെ പറ്റത്തുള്ളൂ, 67 വരെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന? ഞാൻ ഇതൊന്ന് മോഡിഫൈ ചെയ്യുന്നു. ഞാൻ ഷോർട്ട് INT എന്ന് കൊടുത്താൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ, ഷോർട്ട് സൈൻഡ് INT എന്ന് കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ -32,768 ടു +32,767 വരെ നടക്കുള്ളൂ. സൈൻ ഉള്ള നമ്പേഴ്സ് ആയിട്ട് ഞാനൊന്ന് മോഡിഫൈ ചെയ്തു. ഷോർട്ട് INT അൺസൈൻഡ് A. സോ A എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഷോർട്ട് അൺസൈൻഡ് INT A. അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 65,535 എന്ന് അത്രയും വരെ റേഞ്ച് ഉള്ള നമ്പേഴ്സ് ഏതിൽ സ്റ്റോർ ചെയ്യാം? A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ബിക്കോസ് ഞാൻ INTയുടെ സൈസ് മോഡിഫൈ ചെയ്ത് എന്താക്കി? അൺസൈൻഡ്, ഷോർട്ട് അൺസൈൻഡ് ആക്കി. അല്ലെങ്കിൽ അൺസൈൻഡ് എന്ന് മാത്രം കൊടുത്താലും 0 to 65,535 വരെ റേഞ്ച് ഉള്ള നമ്പേഴ്സ് ആ A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഓരോന്നിനും ഓരോ ഡാറ്റ, എല്ലാ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനും എല്ലാ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. CHRനെ യൂസ് ചെയ്യാവുന്നത് സൈൻഡും അൺസൈൻഡ് എന്ന് പറയുന്ന 2 ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. ഞാൻ സൈൻഡ് CHR ആണ് എഴുതുന്നതെങ്കിൽ -128 ടു +128 വരെയുള്ള ആ ASCII കോഡ് വരുന്ന നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. ഞാൻ ASCII കോഡ് ഒന്ന് എടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ക്യാരക്ടർ ലിറ്ററൽസിന് അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്സിന്റെ വാല്യൂസ് ആർ ഈക്വൽ ടു ദ ASCII കോഡ്.
ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് 65 ആണ്, ക്യാപിറ്റൽ ബിയുടെ 66 ആണ്, എക്സെട്ര. അങ്ങനെ ഓരോന്നിനും കീബോർഡിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി കോഡ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? സോ ഞാൻ സൈൻഡ് CHAR മൈനസ് CHAR CH എന്ന് കൊടുത്താൽ ആ CH വരാവുന്ന ക്യാരക്ടേഴ്സിന്റെ ASCII കോഡ് ഇൻ ബിറ്റ്വീൻ -128 ടു +127 ആണ്. ഇനി ഞാൻ കൊടുക്കുന്നത് അൺസൈൻഡ് CHAR CH എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് കൊടുക്കുന്നെങ്കിൽ, CH is a വേരിയബിൾ, അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്? അൺസൈൻഡ് CHAR ആണെങ്കിൽ 0 to 255 വരെയുള്ള ASCII കോഡുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ക്ലിയർ? INDയോട് 4 ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം. ഷോർട്ട് യൂസ് ചെയ്യാം, ലോങ് യൂസ് ചെയ്യാം, സൈൻഡ് യൂസ് ചെയ്യാം, അൺസൈൻഡ് യൂസ് ചെയ്യാം. ഓരോന്നിന്റെയും സൈസും അതിന്റെ റേഞ്ചസും നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് കാണാം. ഇനി ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിന്റെ കൂടെ ഈ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഡബിളിന്റെ ആണെങ്കിൽ ഡബിളിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡാറ്റ ടൈപ്പ് മോഡിഫയർ ആണ് ലോങ്. ഡബിളിന് 4 ബൈറ്റും ഫ്ലോട്ടിന് 4 ബൈറ്റ്സും ഡബിളിന് 8 ബൈറ്റ്സും ലോങ് ഡബിളിന് 10 ബൈറ്റ്സും ആണ് അതിന്റെ മെമ്മറി സൈസ്. സോ ഈ ചാർട്ടില് നിന്ന് നമുക്ക് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സും അതിന്റെ സൈസും അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസും ഏത് റേഞ്ചിലുള്ള വാല്യൂസ് നമ്മുടെ വേരിയബിൾസിന് എടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഡാറ്റ ടൈപ്സും ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സും ആണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ nature, it is used to identify the nature of the data and the associated operations performed on these data. There are 3 types of data types. Which are they? User defined data types, fundamental data types, and derived data types. Fundamental data types are further divided into 2. Which are they? 3. Which are they? Integral data types, void, and floating point data types. ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സിന്റെ കൂട്ടത്തിൽ ഏതൊക്കെ വരും? INDയും CHAR. INDക്ക് 2 ബൈറ്റ്, CHAറിന് 1 ബൈറ്റ്. വോയിഡ് ഒന്നും തന്നെ സ്റ്റോർ ചെയ്യുന്നില്ല, അതുകൊണ്ട് 0 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ അതിന്റെ മെമ്മറി കൺസംഷൻ എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ഡബിളിന്റെ മെമ്മറി കൺസംഷൻ എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് ഇപ്പൊ ഉണ്ടാക്കിയ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിന്റെ സൈസോ അല്ലെങ്കിൽ റേഞ്ചോ മോഡിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം വരാം, സിറ്റുവേഷൻ വരാം. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് 4 എണ്ണം ഉണ്ട്. വിച്ച് ആർ ദേ? ലോങ്, ഷോർട്ട്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. CHAR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനോട് ഏതൊക്കെ മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം? സൈൻഡ് യൂസ് ചെയ്യാം, അൺസൈൻഡ് യൂസ് ചെയ്യാം. INDയോട് 4 ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം. ലോങ് യൂസ് ചെയ്യാം, ഷോർട്ട് യൂസ് ചെയ്യാം, സൈൻഡ് യൂസ് ചെയ്യാം, അൺസൈൻഡ് യൂസ് ചെയ്യാം. ഡബിളിനോട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് മോഡിഫയർ ആണ് ലോങ്. ഫ്ലോട്ടിനോട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇത് രണ്ടുമാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെന്റ്സും പഠിക്കാം. ഇതെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു.